ഈ വർഷം ഹിറ്റുകൾ വാരിക്കൂട്ടിയ മോഹൻലാലിന്റെ ഇനി വരാനുള്ള പാൻ ഇന്ത്യൻ മൂവിയാണ് വൃഷഭ. പ്രേക്ഷകർ കാത്തിരുന്ന വൃഷഭയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. 2 കാലഘട്ടങ്ങളിലായി പല കഥാപാത്രങ്ങളുടെ യാത്രയും പുനർജന്മത്തിന്റെ കഥയുമാണ് വൃഷഭ പറയുന്നത് എന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത്. യോദ്ധാവായും ബിസിനസ്മാനായും 2 കഥാപാത്രങ്ങളായിട്ടാണ് മോഹൻലാൽ സിനിമയിലെത്തുന്നത്. ആക്ഷൻ, വൈകാരികത, പ്രതികാരം എന്നിവ കോർത്തിണക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് എന്നാണ് ഇതുവരെ പുറത്തുവന്ന അപ്ഡേറ്റുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇനി കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ട്രെയിലറിൽ നിന്ന് രസകരമായ ഒരു സംഗതിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത്. ട്രെയിലറിൽ മോഹൻലാലിന്റെ മുണ്ടുമടക്കി കുത്തിയുള്ള ഫൈറ്റിന്റെ ഷോട്ടുകൾ വന്നു പോകുന്നുണ്ട്. ഇത് നമ്മുടെ ആറാട്ടിലെ നെയ്യാറ്റിൻകര ഗോപനല്ലേ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. സംഗതി ഏതാണ്ട് നെയ്യാറ്റിൻകര ഗോപന്റെ ലുക്കൊക്കെ തന്നെയാണ് വൃഷഭയിലെ സീനിലും കാണാനാകുന്നത്. പഴയ കാലഘട്ടത്തിലുള്ള യുദ്ധമൊന്നും കൂടാതെ നമ്മുടെ ലാലേട്ടന്റെ മുണ്ടുമടക്കി കുത്തി നല്ല നാടൻ അടിസീനും വൃഷഭയിലുണ്ട്. അതിലാണ് ഈ ഗോപൻ മാച്ച് കൂടിയിരിക്കുന്നത്. ഇതെന്താ ആറാട്ട് യൂണിവേഴ്സോ, നെയ്യാറ്റിൻകര ഗോപൻ വിട്ടുപോയിട്ടില്ല എന്നിങ്ങനെയാണ് പലരും കമന്റുകൾ പറയുന്നത്. വൃഷഭയിലെ മോഹൻലാലിന്റെ ലുക്കും ആറാട്ടിലെ ലുക്കും തമ്മിലുള്ള സാമ്യമാണ് പ്രേക്ഷകരുടെ ഈ കമന്റിനുള്ള കാരണം. കൂടാതെ ആറാട്ടിലെ ഫൈറ്റ് സീനിന് സമാനമായ വേഷം ധരിച്ചാണ് വൃഷഭയിലും താരമെത്തുന്നത്. ഡിസംബർ 25-നാണ് വൃഷഭ തിയേറ്ററിൽ പ്രദർശനത്തിനെത്തുക. അച്ഛൻ മകൻ ബന്ധത്തിന്റെ തീവ്രത ഉൾക്കൊള്ളുന്ന ഒരു ഗാനം അടുത്തിടെ പുറത്തിറങ്ങിയിരുന്നു. മോഹൻലാലിനൊപ്പം മകനായി തെലുങ്ക് നടൻ റോഷൻ മെക്കയാണ് എത്തുന്നത്. സംവിധായകൻ നന്ദകിഷോർ ഒരുക്കുന്ന ഈ ബ്രഹ്മാണ്ഡ പാൻ ഇന്ത്യൻ ഇതിഹാസ ചിത്രം മലയാളം, തെലുങ്ക് ദ്വിഭാഷയായിട്ടാണ് ഒരുങ്ങുന്നത്. കൂടാതെ തമിഴ്, കന്നഡ, ഹിന്ദി ഭാഷകളിലേക്കും ചിത്രം മൊഴി മാറ്റിയെത്തും. ഏകദേശം 200 കോടി രൂപ ബജറ്റിൽ നിർമ്മിക്കുന്ന വൃഷഭ ആക്ഷനും പുരാണവും വികാരങ്ങളും സമന്വയിപ്പിച്ച ഒരു ദൃശ്യവിരുന്നായിരിക്കും പ്രേക്ഷകർക്ക് സമ്മാനിക്കുക എന്നാണ് അണിയറയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അങ്ങനെ 2 വ്യത്യസ്ത കഥാപാത്രങ്ങളായി വ്യത്യസ്ത വേഷങ്ങളിലെത്തുന്ന ലാലേട്ടൻ പുതിയ ഹിറ്റടിക്കാൻ 2025-ന്റെ അവസാനം എത്തുകയാണ്. നെയ്യാറ്റിൻകര ഗോപനെ പോലെയൊക്കെ തോന്നിയാലും യഥാർത്ഥ കഥയറിയാൻ കുറച്ച് ദിവസങ്ങൾ കൂടി നമുക്ക് കാത്തിരിക്കാം.